വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമോക്കോകൈനറ്റിക്സിന്റെ ഫാർമോകൈനറ്റിക്സ് പാർട്ട് 2 ആണ്. സോ ഓൾറെഡി 1 നമ്മൾ എല്ലാ കമ്പാർട്ട്മെന്റ് അനാലിസിസ് മെത്തേഡ്സും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ ഇൻഡിപെൻഡന്റ് അപ്രോച്ച് ആണ്, അതായത് നോൺ കമ്പാർട്ട്മെന്റ് അനാലിസിസ്. പേര് പറയുന്നത് പോലെ തന്നെ ഇതിന് കമ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഈ നോൺ കമ്പാർട്ട്മെന്റ് അനാലിസിനെ നമ്മൾ NCA എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇതിനകത്തൊരു സ്പെസിഫിക് കമ്പാർട്ട്മെന്റ് മോഡൽസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ എങ്ങനെ പഠിച്ചു, ഇപ്പോൾ കിഡ്നി ആണെങ്കിലും അല്ലെങ്കിൽ ടിഷ്യൂ ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാം ഒരു കമ്പാർട്ട്മെന്റ് ആണെന്നും അവിടെ നിന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുവെന്നും എന്നൊക്കെയാണ് പഠിച്ചത്. ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ബേസിക്കലി ഡ്രഗോ മെറ്റബോളൈറ്റ്സോ ലീനിയർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കമ്പാർട്ട്മെന്റ് മോഡലിനെ ആപ്ലിക്കബിൾ ആക്കി എടുക്കുന്ന രീതിയാണ് നോൺ കമ്പാർട്ട്മെന്റ് അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ഇൻഡിപെൻഡന്റ് അപ്രോച്ച് എന്ന് പറയാം. സോ കീ കൺസെപ്റ്റ് പറയുവാണെങ്കിൽ ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ മൂവ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ പറയാം. അതായത് ഇപ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എത്തും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വരിക, ഇങ്ങനെയൊക്കെ വന്നു പോകാറുണ്ട്, ഇത്ര സമയം കൊണ്ട് ഇത്ര ഡ്രഗ് ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കേണ്ടാവുക. സോ ആൻഡ് ഇവിടെ മീൻ റെസിഡന്റ് ടൈം എന്നൊരു സംഭവം ഉണ്ട്. അതായത് നമുക്കൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. സോ ഓൾറെഡി റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ AUC പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ബേസിക്കലി മീൻ റെസിഡന്റ് ടൈം അല്ലെങ്കിൽ MRT എന്ന് പറഞ്ഞാൽ മീൻ റെസിഡന്റ് ടൈമും ഏരിയ അണ്ടർ ദ ഫസ്റ്റ് മൂവ്മെന്റ് കർവും ഏരിയ അണ്ടർ സീറോ മൂവ്മെന്റ് കർവും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ MRT നമ്മൾ അല്ലെങ്കിൽ MRT കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മീൻ റെസിഡൻസ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. സോ MRT കൊണ്ടുള്ള ഉപയോഗം എന്താണ്? MRT റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡ്രഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അബ്സോർബ് ചെയ്ത് എലിമിനേറ്റ് ആകുന്നു എന്ന് പറയുന്ന ടൈമാണ് MRT. ഒന്നും കൂടെ പറയാം, ഇപ്പോൾ ഒരു പാരസ്റ്റമോൾ ഒരു ഗുളി നമുക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിൽ മെറ്റബോളിസവും എലിമിനേഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കഴിഞ്ഞ് എലിമിനേഷൻ ഫേസിലേക്ക് വരുമല്ലോ. ഈ എലിമിനേഷൻ ഫേസിലേക്ക് വരുന്ന പോയിന്റ് വരെയുള്ള കാര്യങ്ങളായിരിക്കും MRT റെപ്രസെന്റ് ചെയ്യുക, ആവറേജ് ടൈം കേട്ടോ. സോ ഇറ്റ്സ് എൻ അനലോഗ് ഓഫ് ദി ഹാഫ് ലൈഫ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമിൽ പറയുവാണെങ്കിൽ T½ ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ആണ്. സോ ഓൾറെഡി T½ എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് MRT ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ടൈം റിക്വയർഡ് ഫോർ 63.2% ഓഫ് ആൻ ഇൻട്രാവീനസ് ബോളസ് to be eliminated. അത് MRT പറയുന്നത് ഇപ്പം നിങ്ങൾ മരുന്ന് IV ആയിട്ട് കൊടുക്കുക, അത് ഇൻട്രാവീനസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്, പാരസ്റ്റമോൾ ഇഞ്ചക്ഷൻ നിങ്ങൾ IV ആയിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 63.2 ആയിട്ട് മാറാനായിട്ട് ആവശ്യമായി എടുക്കുന്ന ടൈമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് MRT ആയിട്ട് കേട്ടോ. സോ വെൻ അഡ്മിനിസ്ട്രേർഡ് വിയ നോൺ ഇൻട്രാവീനസ് റൂട്ട് MRT വാല്യൂ ആർ ജനറലി ഹയർ. സോ നമ്മൾ നോൺ IV ആയിട്ട് കൊടുക്കുകയാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓറലി കൊടുക്കുന്നു, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് വാട്ട് എവർ ദ റൂട്ട് വിച്ച് യു ആർ ഗോയിങ് ഫോർ അല്ലെങ്കിൽ പ്രിഫറിങ് ഫോർ, അപ്പോൾ അതിന്റെ MRT എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഹയർ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം MRT മനസ്സിലാക്കേണ്ടത് IV ആണെങ്കിൽ 63.2% ആൻഡ് മറ്റടുത്താണെങ്കിൽ കൂടുതലുമാണ്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ മിക്കവാറും ചോദിച്ചു കാണാറുണ്ട്. So MRT indicates the time required to 63.2% of an intravenous bolus just to be eliminated. ആലോചിക്കുക, എലിമിനേറ്റ് ആണ് കേട്ടോ, അബ്സോർപ്ഷനോ മെറ്റാബോളിസം ഒന്നും അല്ല. ഇനിയാണ് നമ്മൾ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡലിനെ പറ്റി പറയാൻ പോകുന്നത്. സോ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്നൊക്കെ പറയും. ദ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ ഇസ് എ സിംപ്ലസ്റ്റ് ഫാർമോകൈനറ്റിക് മോഡൽ. നമുക്ക് ഭയങ്കരമായിട്ട് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഒറ്റ കമ്പാർട്ട്മെന്റേ ഉള്ളൂ, മറ്റതുപോലെ 2, 3, 4 ഒന്നും ഇല്ല. ആൻഡ് ഇറ്റ് അസ്യൂം ദ ബോഡി ആക്ട് എസ് എൻ സിംഗിൾ കൈനറ്റിക്കലി ഹോമോജിനസ് യൂണിറ്റ്. അതായത് നമ്മുടെ ബോഡി തന്നെ ഒരൊറ്റ ബോക്സ് പോലെ ഉണ്ടാവും. നമ്മളെ ബോഡി ഫുള്ളി ഒറ്റ ബോക്സ് ആയിട്ട് കാണിക്കുവാണ് ഇവിടെ ചെയ്യേണ്ടാവുക. സോ അസംഷൻ പറയുവാണെങ്കിൽ ബോഡി ഈസ് എ സിംഗിൾ കമ്പാർട്ട്മെന്റ് വിത്ത് നോ ബാരിയർ ടു ഡ്രഗ് മൂവ്മെന്റ്. സോ വൺ കമ്പാർട്ട്മെന്റ് മോഡലിൽ പറയുന്നത് നമ്മളെ ബോഡിക്ക് ഒരു ബാരിയേഴ്സും ഇല്ല, ബോഡി ഒരു ഒറ്റ സിംഗിൾ കമ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും മരുന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ തെറ്റാണ്, നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, പ്ലസന്റൽ ബാരിയേഴ്സ് ഉണ്ട്, ബ്രെയിൻ ബാരിയേഴ്സ് ഉണ്ട്, ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. റാപ്പിഡ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ഇക്വിലിബ്രിയം ഈസ് എസ്റ്റിമേറ്റഡ് ബിറ്റ്വീൻ പ്ലാസ്മ ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ്. സോ പ്ലാസ്മയും ബോഡി ഫ്ലൂയിഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഡ്രഗ് മൂവ്മെന്റ്സ് ഡൈനാമിക്കലി ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ കമ്പാർട്ട്മെന്റ്. ഒരേ സമയത്ത് ഡ്രഗ് അകത്തേക്കും പോകുന്നു പുറത്തേക്കും പോകുന്ന ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എലിമെന്റ്സ് ഫോളോ എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് പ്രോസസ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ ഫസ്റ്റ് ഓർഡർ എന്താണെന്നുള്ളത്. ആൻഡ് റേറ്റ് ഓഫ് ഡ്രഗ് ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ റേറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ എത്രത്തോളമാണോ അബ്സോർബ് ചെയ്യുന്നത് അത് ഗ്രേറ്റർ ആയിരിക്കും എന്ത്, റേറ്റ് ഓഫ് ഡ്രഗ് ഔട്ട്പുട്ട്, ഐ മീൻ എലിമിനേഷനിൽ. ആൻഡ് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ഓവറോൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബോഡി. അപ്പം നിങ്ങളുടെ പ്ലാസ്മയിൽ എത്രത്തോളം മരുന്നുണ്ടോ അതായിരിക്കും എന്ത് ചെയ്യുക, ടോട്ടൽ ഡ്രഗിന്റെ റെപ്രസെന്റേഷൻ. ഇപ്പൊ എക്സാമ്പിൾ പ്ലാസ്മയിൽ 2% ആണെങ്കിൽ ബോഡിയിൽ 2% ഉള്ളൂ എന്നാണ് ഈ വൺ കമ്പാർട്ട്മെന്റ് പറയുന്നത്. ആൻഡ് ഡ്രഗ് എലിമിനേഷൻ അൺഡിറക്ഷനിലാണ്, അങ്ങനെ ഒരു പ്രോപ്പർ ഡിറക്ഷൻ ഒന്നുമില്ല, അൺഡിറക്ഷനിലാണ് എന്നുള്ളതാണ്.
നോക്കാൻ പോകുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് ഓപ്പൺ മോഡൽ ആണ്. ഓപ്പൺ മോഡലിന് എന്താണ് ഇത്രയും വലിയ സിഗ്നിഫിക്കൻസ് എന്നുള്ള രീതി പറയുവാണെങ്കിൽ, ദ ടേം ഓപ്പൺ എന്ന് വെച്ചാൽ എന്താണ്, തുറന്ന് ഇരിക്കുക അല്ലെങ്കിൽ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ആൻഡ് ഔട്ട്പുട്ട് അൺഡിറക്ഷനിലാണ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ നമുക്ക് ഈ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ പലതരത്തിലുണ്ട്. അതായത് ഫസ്റ്റ് വൺ ഈസ് ഐ വി ബോളസ് അഡ്മിനിസ്ട്രേഷന്, കണ്ടിന്യൂസ് ഐ വി ഇൻഫ്യൂഷൻ, എക്സ്ട്രാ വാസ്കുലർ അഡ്മിനിസ്ട്രേഷൻ വിത്ത് സീറോ ഓർഡർ അബ്സോർപ്ഷൻ ആൻഡ് എക്സ്ട്രാ വാസ്കുലർ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ഫസ്റ്റ് ഓർഡർ അബ്സോർപ്ഷൻ. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡ്രഗ് ബ്ലഡിലും ബോഡി ടിഷ്യൂലേക്കും ചെല്ലുന്നു, അവിടെ നിന്ന് മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. കണ്ടോ, ഇവിടെ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നടക്കുവാണ്, അൺഡിറക്ഷനിലാണ്. അത് മാത്രമല്ല ഒരു പ്രോപ്പറായിട്ട് ഒറ്റ കമ്പാർട്ട്മെന്റ് നടക്കുന്നു, അവിടെ വേറെ ബാരിയേഴ്സോ കാര്യങ്ങളോ ഒന്നും അവിടെ മെൻഷൻഡ് അല്ല എന്നുള്ളതാണ്. ഈ പിക്ചർ എന്തായാലും പഠിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഐ വി ബോളസ് അഡ്മിനിസ്ട്രേഷൻ്റെ ആണ്. സോ ഐ വി ഓൾറെഡി അറിയാം, ഇഞ്ചക്ഷൻ ആണ് അല്ലേ. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ബയോ അവൈലബിലിറ്റി വിൽ ബി 100%. നമ്മൾ ഏതൊരു ഇഞ്ചക്ഷൻ കൊടുത്താലും ഡ്രഗ് ബോഡിയിലേക്ക് പെട്ടെന്ന് ബ്ലഡിലേക്ക് എത്തുകയും അങ്ങനെ 100% അവൈലബിലിറ്റി കിട്ടുകയും ചെയ്യുന്നു. ആൻഡ് കംപ്ലീറ്റ് സർക്കുലേഷൻ ഒക്കേഴ്സ് വിത്തിൻ 1 to 3 minutes. നമ്മളൊരു ഐ വി കൊടുത്തു, നമ്മൾ ഞരമ്പിലൂടെ മരുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ 1 മുതൽ 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ്ലി സർക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹാർട്ടിലുള്ള ബ്ലഡ് അത്രയും സെക്കൻഡ്സിലാണ് പുഷ് ചെയ്ത് ഒരു സർക്കുലേറ്റ് ചെയ്ത് വാസ്കുലർ ആവുന്നത്. അതേപോലെ അതിൻ്റെ കൂടെ മെഡിസിൻ 1 to 3 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ്ലി ആകുന്നു. ആൻഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് നെഗ്ലിജിബിൾ ഇൻ കാൽക്കുലേഷൻ. സോ നമുക്ക് അബ്സോർപ്ഷൻ റേറ്റ് പറയാൻ പറ്റില്ല, ഇത്രയായിരിക്കും അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. വിത്തിൻ 1 to 3 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈക്വലി അബ്സോർബ് ആവുകയാണ് ചെയ്യേണ്ടാവുക. സോ ബേസിക്കലി ഇവിടെ നമ്മളൊരു ഡ്രഗ് കൊടുത്താൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ ഓറലി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്നു, അവിടെ പോയിട്ട് അബ്സോർപ്ഷൻ നടന്ന് ബാരിയേഴ്സ് ക്രോസ് ചെയ്താണ് ബ്ലഡിലേക്ക് വരിക. അപ്പോൾ ഇവിടെ എന്താണ്, ഈ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലേ, പകരം എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡയറക്ട്ലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫ്രം ദി സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ദി ബ്ലഡ് ആണ് വരുന്നുണ്ടാവുക. സോ ജനറൽ ഇക്വേഷൻ ഉണ്ട്, ഇഫ് എലിമിനേഷൻ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് വെയർ കെ ഇ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ്. സോ ഗ്രാഫ് നോക്കിയാൽ മതി. സോ കെ ഇ ഫസ്റ്റ് ഓർഡർ ആണ്, എക്സ് എത്ര ഡ്രഗ് ആണ് ബോഡിയിൽ ഉണ്ടാവുക അറ്റ് എ ടൈം ടി. സോ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ഡ്രഗ് എലിമിനേഷൻ. സോ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ഡ്രഗ് എലിമിനേറ്റ് ആവുന്നതാണ് കാണിക്കുന്നത്. സോ എസ്റ്റിമേഷൻ ഓഫ് ഫാർമോകൈനറ്റിക് പാരാമീറ്റേഴ്സ്. സോ വൺ കമ്പാർട്ട്മെന്റ് കൈനറ്റിക് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആസ് എൻ ഐ വി ബോളസ്, ദ ഡിക്ലൈൻ ഇൻ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇസ് സോലി ഡ്യൂ ടു എലിമിനേഷൻ. അപ്പോൾ നമ്മൾ ഒരു മരുന്ന് നമ്മൾ ഒരാളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അയാളുടെ പ്ലാസ്മയിൽ നിന്ന് മരുന്ന് കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, എലിമിനേഷൻ സംഭവിക്കണം, അതായത് പുറത്തേക്ക് പോകണം. അപ്പോൾ എത്രത്തോളം ഡ്രഗ് പ്ലാസ്മയിലുണ്ടോ അതനുസരിച്ച് എലിമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എന്താണ്, അബ്സോർപ്ഷനേക്കാൾ മോർ ഓവർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എലിമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇൻ ദ കേസ് ഓഫ് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ. കാര്യം പ്ലാസ്മയിൽ മരുന്നുണ്ടാകുന്നതനുസരിച്ച് എലിമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. സോ കീ പാരാമീറ്റേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് KEE. ഇവിടെ നമ്മൾ എലിമിനേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. T½ അറിയാലോ, ഡ്രഗ് പകുതിയാവാൻ എടുക്കുന്ന സമയം. ക്ലിയറൻസ് എന്താണ്, നമ്മുടെ പ്ലാസ്മയിൽ ക്ലിയർ ആവുന്നത്, എത്രത്തോളം പ്ലാസ്മയിൽ ഡ്രഗ് എലിമിനേഷൻ ഫേസിലേക്ക് പോകുന്നു, ക്ലിയർ ആവുന്നു, ദാറ്റ് ഈസ് കോൾഡ് CL, ക്ലിയറൻസ്. ആൻഡ് എലിമിനേഷൻ ഹാഫ് ലൈഫ്, T½ എന്താണ്, ബയോളജിക്കൽ ഹാഫ് ലൈഫ്. ഞാൻ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്, എക്സ്പ്രസ് ഇൻ അവേഴ്സ് ഓർ മിനിറ്റ്, നമ്മൾ അവേഴ്സിലോ മിനിറ്റ്സിലോ ആയിരിക്കും പറയേണ്ടാവുക. ആൻഡ് റിലേറ്റ് ടു KE/. സോ നമുക്ക് ഈ ഗ്രാഫുകളെല്ലാം പഠിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും ഈ ഗ്രാഫ് വരയ്ക്കാനുള്ള നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ക്ലിയറൻസ് ആണ്. ഇത് മിക്കവാറും എല്ലാ എക്സാംസിലും ചോദിച്ച് കാണാറുണ്ട്, എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നോക്കാം. സോ ഫാർമോകൈനറ്റിക് ഡിസ്ക്രൈബ് ദ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് വിത്തിൻ ദ ബോഡി ആൻഡ് 2 ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫാർമോകൈനറ്റിക് പാരാമീറ്റേഴ്സ് ആണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, ഫാർമോകൈനറ്റിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് മൂവ് ചെയ്യുന്നു. എങ്ങനെയാണ്, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം ആൻഡ് എലിമിനേഷൻ. സോ ഇവിടെ ക്ലിയറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ക്ലിയറൻസ് എന്താണ്, നമ്മൾ ക്ലോസ്ലി ടു ഫിസിയോളജിക്കൽ മെക്കാനിസം ഇൻ ദ ബോഡി, ദേ ആർ റെഫേഴ്സ് ടു പ്രൈമറി പാരാമീറ്റേഴ്സ് ഇൻ ഫാർമോകൈനറ്റിക്സ്. ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നിന്ന് ഡ്രഗ് ക്ലിയർ ആവുക, അതാണ് ആക്ച്വൽ തിങ്, അല്ലെങ്കിൽ ആക്ച്വൽ പ്രിൻസിപ്പിൾ ഡ്രഗ് ക്ലിയർ ആവുക എന്നുള്ളതാണ്. എങ്ങനെ ക്ലിയർ ആവുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് വരിക. ഏതൊക്കെയാണ്, ഡ്രഗ് എലിമിനേഷന് വേണ്ടിയിട്ട് ഓർഗൻസ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഹാഫ് ലൈഫ് ഒരു ഡിപ്പെൻഡിങ് വേരിയബിൾ ആണ്. ആൻഡ് ദ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് K ആൻഡ് ഹാഫ് ലൈഫ് T½ കോമൺലി നമ്മൾ ഡ്രഗ് എലിമിനേഷനിൽ എപ്പോഴും പറയാറുണ്ട്. സോ അനാറ്റമിക്കലിയും ഫിസിയോളജിക്കലി കണ്ടക്സ്റ്റിൽ പറയുവാണെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്,
നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. എലിമിനേഷൻ എപ്പോഴും നോട്ട് ഇറിവേഴ്സിബിൾ ആണ് കേട്ടോ. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പുറത്തേക്ക് തള്ളുന്നു, ഇപ്പോൾ യൂറിൻ കളയുന്നു, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പം നോട്ട് ഇറിവേഴ്സിബിൾ ആണ്. ആൻഡ് ഒരിക്കലും റിവേഴ്സിബിൾ എന്ന് എഴുതി വെക്കരുത്. നിങ്ങൾക്ക് കുറെ ആൾക്കാരൊക്കെ ഇറ്റ്സ് എൻ റിവേഴ്സിബിൾ പ്രോസസ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇറ്റ്സ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. സോ ഇത് ഇച്ചിരി എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഇനി ക്ലിയറൻസ് എന്താ നോക്കാം. സോ ക്ലിയറൻസ് ഇസ് ഡിഫൈൻഡ് ആസ് തിയററ്റിക്കൽ വോളിയം ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് കണ്ടെയ്ൻ ദ ഡ്രഗ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ക്ലിയർഡ് ഓഫ് ദ ഡ്രഗ് ഈസ് ഇൻ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിലൂടെ ഡ്രഗ് പുറത്തേക്ക് ക്ലിയർ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്ലിയറൻസ് എന്ന് പറയാം. സോ യൂണിറ്റ് മില്ലി ലിറ്റേഴ്സ് പെർ മിനിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ലിറ്റർ പെർ അവർ ആണ് നമ്മൾ പറയാം. ഫോർമുലേഷൻ ഓഫ് ക്ലിയറൻസ് ഉണ്ട്. റേറ്റ് ഓഫ് എലിമിനേഷൻ ബൈ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 2 മാർക്കിനൊക്കെ ചോദിച്ച് എപ്പോഴും കാണാറുണ്ട്. So plasma drug concentration rate of elimination clearance is one of the most important parameter in clinical pharmacokinetics. ഒരു ഡ്രഗ് എത്രത്തോളം ബോഡിയിലുണ്ട്, ടോക്സിറ്റി ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ടോക്സിക് ഡോസ് ആവാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, ക്ലിയറൻസ് ഒക്കെ നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഓരോ ഓർഗൻസ് എങ്ങനെ ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നു എന്നറിയാൻ ക്ലിയറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഒരു ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് ഓരോ ടൈമിൽ ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ക്ലിയറൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ ഇപ്പോൾ യൂറിൻ അനാലിസിസ് ചെയ്യുവാണ്. അപ്പോൾ യൂറിൻ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ മണിക്കൂറിൽ എന്ത് ചെയ്യുന്നു, ഡ്രഗ് ഇങ്ങനെ പുറത്തേക്ക് എലിമിനേറ്റ് ആയിക്കൊണ്ടേയിരിക്കുവാണ്. ദാറ്റ് മീൻസ് ക്ലിയറൻസ് നടന്നുകൊണ്ടേയിരിക്കുവാണ്. ആൻഡ് അഡ്ജസ്റ്റിംഗ് ഡോസ് റെജിമൻ ഫോർ ഇൻഡിവിജ്വൽ പേഷ്യൻസ്. ഇപ്പോൾ എല്ലാ പേർക്കും ഒരേപോലെ ക്ലിയറൻസ് വരണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നെഫ്രോട്ടിക് പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വെക്കാം, അല്ലെങ്കിൽ ലീവർ പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വെക്കാം. അവർക്ക് ക്ലിയറൻസ് ഒരുപോലെ ആയിരിക്കും? ഇല്ല, എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. അപ്പോൾ ആ സമയത്ത് റെജിമെൻ്റ് ഒക്കെ ചൂസ് ചെയ്യുമ്പം ക്ലിയറൻസ് വാല്യൂ, ടോക്സിറ്റി ഒക്കെ നോക്കേണ്ട അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ റെജിമെൻറ്റ് ചൂസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. സോ ഞാൻ കുറച്ച് ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. ഓർഗൻ സ്പെസിഫിക് ക്ലിയറൻസ് ഉണ്ട്, കിഡ്നി, ലീവർ, ലങ്സ്. ഇത് മൂന്നുമാണല്ലോ നമുക്ക് എലിമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ കിഡ്നി ആണെങ്കിൽ റീനൽ ക്ലിയറൻസ്, ലീവർ ആണെങ്കിൽ ഹെപ്പാറ്റിക് ക്ലിയറൻസ്, ലങ്സ് അതർ ഓർഗൻസ് ആണെങ്കിൽ അതർ ഓർഗൻസ് ക്ലിയറൻസ്. ഫോർമുല കൊടുത്തിട്ടുണ്ട്, എന്തായാലും പഠിക്കുക. ക്ലിയറൻസ് എന്ന് ചോദിക്കുമ്പോഴേ നിങ്ങൾ എഴുതുക, ഇതെല്ലാം എഴുതുക കേട്ടോ. സോ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ. വൈ ഈസ് IV ഇൻഫ്യൂഷൻ യൂസ്ഡ്? എന്തുകൊണ്ടാണ് IV യൂസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രാവീനസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഡ്രഗിൻ്റെ അവൈലബിലിറ്റി എത്തുന്നു. പിന്നെ അത് മാത്രമല്ല, വെൻ എ ഡ്രഗ് ഹാസ് പൊട്ടൻഷ്യൽ ടു കോസ് ടോക്സിറ്റി ഇഫ് ഗിവൺ ടു ക്വിക്ക്ലി. സോ ചില സമയങ്ങളിൽ നമുക്ക് IV ആയിട്ട് കൊടുക്കാൻ ചില ഡ്രഗുകൾ പറ്റില്ല. ഒറ്റ സ്റ്റെപ്പിൽ കൊടുത്താൽ ടോക്സിറ്റി ആവുന്നു, പേഷ്യൻ്റ് എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ നമുക്ക് IV കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, വെൻ എ സ്റ്റഡി ആൻഡ് കൺട്രോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇസ് റിക്വയർഡ് ഫോർ തെറാപ്യൂട്ടിക് എഫക്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് ഒരൊറ്റ പോയിന്റിൽ നമുക്ക് ഡ്രഗ് കുറേ നേരം ഒരേ റേഞ്ചിൽ നമ്മളെ ബോഡിയിലേക്ക് ആവശ്യമാണ് എന്നാൽ നമുക്ക് IV കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ IV ആദ്യം കൊടുക്കുമ്പോൾ ഒരു ലോഡിംഗ് ഡോസ് പോലെ വർക്ക് ചെയ്യുന്നത്. ഈ ഗ്രാഫ് മേലോട്ടല്ല പോവുക, മേലും താഴേക്കാണ് വരിക. എന്താ ചെയ്യുക, ആദ്യമേ ഡോസ് കൂടി കുറഞ്ഞ് വരിക. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് നമുക്ക് അവിടെ ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു മരുന്ന് ഗുളികയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പറയുക, ഒരു ഗുളിക 8 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ കഴിക്കണം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ആ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. In such suitable, the drug is administered at a constant rate via IV infusion to maintain stable plasma over time. അപ്പം നിങ്ങളുടെ ചോദ്യമായിരിക്കും, അങ്ങനെയാണെങ്കിൽ IV കൊടുക്കുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കിട്ടില്ലേ, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്മയിൽ ഡ്രഗ് കണ്ടിന്യൂസ് വെക്കാൻ പറ്റില്ലേ? വെക്കാൻ പറ്റും, ഇല്ലയെന്നൊന്നുമില്ല. ഇപ്പോൾ IV ഡ്രിപ്പ് കൊടുക്കുവാണ്, ഡ്രിപ്പ് കോൺസ്റ്റന്റ് റേറ്റിൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. അല്ലാതെ ഒരു IV ഇഞ്ചക്ഷൻ കൊടുക്കുവാണെങ്കിൽ അത് പോസിബിൾ അല്ല. നമുക്ക് എപ്പോഴും അതിൻ്റെ എലിമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റബിൾ ആകണം എന്ന് നിർബന്ധമില്ല. ഇനി IV ഇൻഫ്യൂഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് ഭയങ്കര സിമ്പിളാണ്, അധികം ഒന്നും പറയണമെന്നില്ല, വായിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ടൈപ്പ് ഓഫ് കമ്പാർട്ട്മെന്റ് മോഡൽസ് നമ്മൾ കുറച്ച് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ഈസ് മാംലിയ മോഡൽ. മോസ്റ്റ് കോമൺ കമ്പാർട്ട്മെന്റ് മോഡൽ യൂസ് ഇൻ ദ ഫാർമോകൈനറ്റിക്സ് കൺസിസ്റ്റ് ഓൺ ഓർ മോർ പെരിഫറൽ കമ്പാർട്ട്മെന്റ് കണക്റ്റഡ് ടു സെൻട്രൽ കമ്പാർട്ട്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്താണ്, ഒരു പെരിഫറൽ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ വേറെ കമ്പാർട്ട്മെന്റുകൾ ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓൾറെഡി പറഞ്ഞതാണ്. സോ സെൻട്രൽ കമ്പാർട്ട്മെന്റ് എന്താണ്, കാറ്റഗറി എന്താണ്, പെരിഫറൽ എന്താ, എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ വായിച്ച് പോയാൽ മതി. ഞാൻ ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, സോ ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമോകൈനറ്റിക് മോഡൽ ഓഫ് IV ഇൻഫ്യൂഷൻ. A simplified representation of IV infusion can be described as drug, zero order infusion, blood and body tissue elimination. ഇതാണ് ബേസിക്കലി എന്താണ് ഫാർമോകൈനറ്റിക് മോഡൽ ഓഫ് IV ഇൻഫ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നു, സീറോ ഓർഡർ ഇൻഫ്യൂഷൻ, ബ്ലഡ് ആൻഡ് ബോഡി ടിഷ്യൂലേക്ക് പോകുന്നു, എലിമിനേഷൻ പോകുന്നു, ഇങ്ങനെ നടക്കാം. ഇനി എന്താണ് സീറോ ഓർഡർ ഇൻഫ്യൂഷൻ? നമുക്ക് ഓൾറെഡി അറിയാം. ഡ്രഗ് ബ്ലഡ് സ്ട്രീംസിലേക്ക് കോൺസ്റ്റന്റ് റേറ്റിൽ എത്തുന്നതാണ് സീറോ ഓർഡർ ഇൻഫ്യൂഷൻ എന്ന് പറയാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഡ്രഗ് ബ്ലഡിലേക്കും അതർ ടിഷ്യൂലേക്കും പോവുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ.
എലിമിനേഷൻ എന്താണ്? ബോഡിയിൽ നിന്ന് ക്ലിയർ ആവും. ദാറ്റ്സ് കോൾഡ് എലിമിനേഷൻ. ഇതൊക്കെ ഓൾറെഡി നമുക്കിനി അങ്ങോട്ട് കുറെ തള്ളാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ തന്നെ പഠിച്ച് പോവാം. ഇൻഫ്യൂഷൻ പ്ലസ് ലോഡിംഗ് ഡോസ് ആൻഡ് എക്സ്ട്രാ വാസ്കുലർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ പ്ലസ് ലോഡിംഗ് ഡോസ് എന്ന് നോക്കാം. സോ എന്താണ് ലോഡിംഗ് ഡോസ്? നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മുടെ പ്ലാസ്മയിൽ ഡ്രഗിൻ്റെ അവൈലബിലിറ്റി ആവശ്യമാണ്. പക്ഷേ അത് നമ്മളത് ലോഡിംഗ് ഡോസ് എന്ന് പറയുന്നതിനേക്കാൾ മോർ ഓവർ നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. For a drug with long half-life, it takes a significant amount of time to reach steady-state concentration. ഇപ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് ഡ്രഗിൻ്റെ അളവ് പകുതിയാകാൻ കുറേ സമയം എടുക്കുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ ഫീനോബാർബിറ്റോൺ പോലെ ഡ്രഗുകളൊക്കെ പറയുവാണെങ്കിൽ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, CSSലൊക്കെ റീച്ച് ചെയ്യുള്ളൂ. കാര്യം 5 ദിവസം എടുക്കും നമ്മുടെ ബോഡിയിലൊക്കെ. ഇപ്പോൾ ഫ്ലൂക്കോണസോൾ പോലുള്ള ഡ്രഗൊക്കെ നമുക്ക് 5 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി. കാരണം എന്താണ്? അതിൻ്റെ ഹാഫ് ലൈഫ് എടുക്കുന്നത് ലേറ്റ് ആയിട്ടാണ്, പകുതി സമയം എടുക്കും. ആൻഡ് ലീഡിങ് ടു സബ്സിക്വൻറ്റ് തെറാപ്പി കോൺസെൻട്രേഷൻ ഇൻ ഇനിഷ്യൽ ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യമേ കുറച്ച് ഡ്രഗ് ആദ്യമേ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ IV ഡോസ് ആയിട്ട് നമ്മൾ ആദ്യമേ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ലോഡിംഗ് ഡോസ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ X എന്ന് പറയുന്നൊരു മരുന്ന് അയാളുടെ ബോഡിയിൽ തെറാപ്യൂട്ടിക് എഫിക്കസി, അയാളുടെ അസുഖം കുറയ്ക്കാൻ 5 ദിവസമാണ് എടുക്കുക, അല്ലെങ്കിൽ 5ാമത്തെ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാം അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ നടക്കണം, മെറ്റാബോളിസം നടക്കണം അല്ലേ? അതൊക്കെ പ്രോസസ്സ് നടന്നിട്ട് ബോഡിയിലേക്ക് മരുന്നെത്തുന്നുള്ളൂ, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫിക്കസിക്ക് വേണ്ടിയിട്ട് പ്ലാസ്മയിൽ നടക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു സാധനം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? IV ആയിട്ട് മരുന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ ഡയറക്റ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. ഇതിനെയാണ് നമ്മൾ ലോഡിംഗ് ഡോസ് എന്ന് പറയുക. സോ നമുക്ക് തെറാപ്യൂട്ടിക് ലെവൽ ഇമ്മീഡിയറ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റും, സബ്സിക്വൻറ്റ് തെറാപ്പി എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ച് പറയുവാണെങ്കിൽ ലാർജ് IV ലോഡിംഗ് ഡോസൊക്കെ നമുക്ക് പ്ലാസ്മയിൽ ആവശ്യമുള്ള രീതിയിൽ ഡ്രഗ് വെക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോളോ വിത്ത് കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ അറ്റ് എ റേറ്റ് ഓഫ് സഫിഷ്യൻ ടു മിനിറ്റ് CS. അത് മാത്രമല്ല നമുക്ക് കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെയും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് തള്ളി എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിൻ്റെ, അതും കൂടെ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, ലോഡിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്താൽ പോകുന്നത്. പക്ഷേ ബാക്കിയുള്ളത് അങ്ങനെയല്ല, താഴ്ന്നാണ്. കണ്ടോ, നോർമലി ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ലോഡിംഗ് ഫേസ് അങ്ങനെയല്ല, മേലിനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോകുന്നുണ്ടാവുക. ഇനി എക്സ്ട്രാ വാസ്കുലർ അഡ്മിനിസ്ട്രേഷൻ. സോ ഒരു ഡ്രഗ് നമ്മൾ ഔട്ട്സൈഡ് ദ വാസ്കുലർ സിസ്റ്റം, അതാണല്ലോ എക്സ്ട്രാ വാസ്കുലർ, ഔട്ട്സൈഡ് ദ വാസ്കുലർ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഓറൽ, മസ്കുലർ, റെക്ടൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അബ്സോർപ്ഷൻ വളരെ അത്യാവശ്യമാണ് നമ്മുടെ സിസ്റ്റം സർക്കുലേഷനിൽ പോകാൻ. വെറുതെ ഒന്നും പെട്ടെന്നൊന്നും അബ്സോർബ് ആവില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളിപ്പം IV ആണെങ്കിൽ ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അബ്സോർബ് ആവുന്നു. ഇവിടെ അങ്ങനെയല്ല, എക്സ്ട്രാ വാസ്കുലർ ആണ്. ഓറൽ, ഇൻട്രാമസ്കുലർ, റെക്ടൽ എന്നൊക്കെ എന്ത് ചെയ്യണം? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ ടൈം എടുക്കും. സോ അബ്സോർപ്ഷൻ ഫോളോ ചെയ്യുന്നത് 0 ഓർഡർ ആണ്. കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓർഡർ റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഈ 2 കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടായിരിക്കും എക്സ്ട്രാ വാസ്കുലർ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും പോകുന്നുണ്ടാവുക. സോ ഇവിടെ ഫാർമോകൈനറ്റിക് മോഡൽ ഓഫ് അബ്സോർപ്ഷൻ പറയുവാണെങ്കിൽ 0 ഓർഡർ അബ്സോർപ്ഷൻ മോഡൽ പറയുന്നുണ്ട്. ഇവിടെ അബ്സോർപ്ഷൻ കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും, ഇൻഡിപെൻഡന്റ് ഓഫ് ഡ്രഗ് കോൺസെൻട്രേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഇവിടെ നോക്കാം, ഈ 2 ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ARIൻ്റെ 2 പഠിക്കാൻ വരയ്ക്കണം. കാര്യം എങ്ങനെയാണ് ഇത് നോർമൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡ്രഗ് നോർമലി വന്നിട്ട് പോസ്റ്റ് അബ്സോർപ്ഷൻ എലിമിനേഷൻ ഫേസ്, ഇതും വരച്ച് വെക്കുക കേട്ടോ. എക്സ്ട്രാ വാസ്കുലർ ഇതും വരയ്ക്കാം. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് അബ്സോർപ്ഷൻ ഉണ്ടെങ്കിലും നോർമലി നമുക്ക് വരച്ച് വെക്കാൻ പറ്റും. ഇത് എന്തായാലും പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫിനാണ് മാർക്ക് ഉണ്ടാവുക കേട്ടോ. സോ റെഗുലർ പ്ലോട്ട് ആണെങ്കിൽ ലീനിയർ സ്ലോപ്പ് റെപ്രസെന്റിങ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ കോൺസ്റ്റന്റ് റേറ്റ് ആണ്. റെഗുലർ ആണെങ്കിൽ സെമി പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ സെമി പ്ലോട്ട് ഗ്രാഫ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ. ഇവിടെ തിരിച്ചാണ്, ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ. എന്തായാലും വരയ്ക്കാൻ പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. സോ ഫാർമോകൈനറ്റിക് മോഡലിൽ ഡ്രഗ് അറ്റ് എക്സ്ട്രാ വാസ്കുലർ സൈറ്റ് ആണെങ്കിൽ 0 ഓർഡർ അബ്സോർപ്ഷൻ, ബ്ലഡ് ആൻഡ് ബോഡി ടിഷ്യൂ ആൻഡ് എലിമിനേഷൻ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം. അപ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്കൊന്ന് അത് കാച്ചപ്പ് ചെയ്യാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ഓർഡർ അബ്സോർപ്ഷൻ മോഡലാണ്. ദ അബ്സോർപ്ഷൻ റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി എമൗണ്ട് ഓഫ് ഡ്രഗ് റിമെയിൻ ടു ബി അബ്സോർബ്, ARI. എന്താണ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണ് ഇനി നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ളത്, അതനുസരിച്ചിട്ടാണ് എപ്പോഴും അബ്സോർപ്ഷൻ റേറ്റ് ഇരിക്കുക. അതായത് പുറത്ത് അബ്സോർപ്ഷൻ റേറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അബ്സോർപ്ഷന് വേണ്ടി കുറച്ച് മരുന്ന് ഇരിക്കുവാണ്. അപ്പോൾ അബ്സോർപ്ഷൻ റേറ്റ് എന്താണ്? എത്രത്തോളം മരുന്ന് അബ്സോർബ് ചെയ്തു, അതാണല്ലോ അബ്സോർപ്ഷൻ റേറ്റ് അല്ലേ. സോ ഇവിടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സെമി പ്ലോട്ടും റെഗുലർ പ്ലോട്ടും ഉണ്ട്. സോ ഇതും സെയിം തന്നെ. ഞാൻ അതിനെ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല.
നോക്കിയാൽ മതി. ഇത് കമ്പാരിസൺ ആണ്, സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡർ അബ്സോർപ്ഷൻ്റെയും കമ്പാരിസൺ ആണ്. ഇത് ജസ്റ്റ് നോക്കി വെക്കുക. ഇത് വരച്ച് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും കേട്ടോ. ഈവൻ ദോ ഫസ്റ്റ് ഓർഡർ ചോദിച്ചാൽ പോലും, ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓർഡർ മാത്രം ചോദിക്കുകയാണ്, യു ക്യാൻ സിംപ്ലി റൈറ്റ് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡർ എന്താണെന്ന് ഇത് വരച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇല്ലായ്ക ഒന്നുമില്ല. സോ സിമ്പിളാണ്. ഇനി കുറച്ചൊരു പോർഷൻ കൂടെ ഉള്ളൂ, ഒരു 4-5 സ്ലൈഡിൻ്റെ ക്ലാസ്സും കൂടെ ഉണ്ടാവുള്ളൂ, അതോടെ ഫുൾ കഴിയും. അപ്പോൾ നന്നായിട്ട് എന്തെങ്കിലും പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എല്ലാം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം കോറിലേറ്റ് എഴുതാൻ പറ്റും. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.